ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം വളരെ നല്ല മഴയുള്ള സമയത്ത് ചെയ്ത ഒരു അതായത് പി യു പോളിഷ് ചെയ്ത ഒരു ഡോറാണിത്. അതായത് ഇവിടുത്തെ ഡോറുകളും ജനലുകളും എല്ലാം പി യു പോളിഷ് ആയിരുന്നു. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് എങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ഈ പി യു പോളിഷ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ നമുക്ക് പി യു എങ്ങനെ പെട്ടെന്ന് നമുക്ക് മനോഹരമാക്കി ചെയ്യാം, അങ്ങനെ ഒട്ടനവധി കണ്ടൻറ്റുകൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത്. അതിപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ആ മഴ സമയത്തേക്കൊന്ന് പോവുകയാണ്. കണ്ടോ, നമുക്ക് അതായത് ശരിക്കും മഴയായിരുന്നു, ഒരു തുള്ളി പോലും തോരാതെ ആ മഴ സമയത്താണ് ഈ വെച്ച് അറയുന്നത്. കണ്ട, അതായത് നമുക്കവിടെ ഒരു ഷീറ്റ് അടിച്ച ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അവരുടെ, അതായത് ബാൽക്കണിയിലെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് നമുക്ക് അത് ഭംഗിയായി ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഈ സമയത്ത്, മഴ സമയത്ത് പി യു ചെയ്യുമ്പോൾ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാം കൂടെ പുകഞ്ഞ് വെളുത്ത് പോകുന്നതാണ്. അപ്പോൾ അതാണ്ട് ഇത് കണ്ട, അതായത് ഒരു എഡിറ്റിങ്ങും ഒന്നും ഇല്ലാതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ അടിച്ചു വെച്ചതാണ്, അത് സീലർ അടിച്ചു വെച്ചതാണ്. നോക്കി, എങ്ങും പുകഞ്ഞിട്ടുമില്ല, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതായത് എങ്ങനെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഒന്നും ഞാൻ വിടുന്നില്ല, എല്ലാ സകല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയ്ക്ക് കുറച്ച് സമയം കൂടിപ്പോയത്. അപ്പം എല്ലാവരും കഴിവതും കാണുക. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ ഏഷ്യൻ്റെ എംപോറിയോ പി യു ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരം, അതായത് സൂപ്പറായിട്ടുള്ളൊരു പി യു ആണ്. ഞാനിതുവരെ സത്യം പറഞ്ഞാൽ എനിക്ക് പി യു പല കമ്പനികളുടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ എംപോറിയോ പി യു. അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ തന്നെ, എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ മഴയുടെ ആ ഒരു ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വെളിയിലോട്ടൊന്ന് വന്നത്, ക്യാമറ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാധാരണ മഴ സമയത്തൊക്കെ പലരും പോളിഷ് പണി വർക്കൊക്കെ അങ്ങ് നിർത്തി വെക്കും. വീട്ടുകാർ പറയും ഇപ്പം ചെയ്യണ്ട, മഴയാണെന്നൊക്കെ. പക്ഷേ ഇത് പൂർണ്ണമായും മഴ സമയത്തായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ വർക്ക്. അപ്പം നമ്മൾ ഒരു തടി കിട്ടി നമ്മളത് പോളിഷ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ആദ്യം തൊട്ട് കാണിക്കുകയാണ്. അതായത് അറിയാൻ വയ്യാത്ത ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വീഡിയോ തീരുമ്പോഴത്തേക്കും ഈ വർക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം നമുക്കൊരു തടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ വിടവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമ്മളിപ്പം വിടവടയ്ക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ വിടവടയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബെർജറിൻ്റെ അതായത് വുഡ് കീപ്പർ ഫില്ലോഡൻ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇത് തേക്കിൻ്റെ കളറിൽ കിട്ടുന്ന ഒരു പേസ്റ്റ് പുട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് വേറെ പല കളറിലും ഈ വുഡ് കീപ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തേക്കിൻ്റെ ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിട്ട് നമ്മൾ ആദ്യം ഇതങ്ങ് അടയ്ക്കുകയാണ്. അപ്പം ഇതിന് ബോഡി ഫില്ലർ ഉപയോഗിക്കാം, അതുപോലെ പലതും ഉപയോഗിക്കാം. പക്ഷേ ബോഡി ഫില്ലറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഇടരുത്. കാരണം ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് വെളുത്ത് വരും. അതായത് കുറച്ച് സമയം കഴിയുമ്പോൾ പോളിഷൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വെളുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ചെയ്യേണ്ടത്, ഇത് സാൻഡർ മെഷീനാണ്. അതായത് സാൻഡറിന് ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇതിന് 120ൻ്റെ പേപ്പർ ഇട്ട് നമ്മൾ അതായത് ഈ പുട്ടിയെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് 120ൻ്റെ ആ പേപ്പർ ഇട്ടിട്ട് നമ്മളിത് മൊത്തത്തിലൊന്ന് പിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് അറിയാൻ വയ്യാത്ത ഒരാളിത് പെട്ടെന്നെടുത്ത് ഉപയോഗിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ
ഈ മെഷീന് നമ്മുടെ കയ്യുമായിട്ടൊന്ന് ഒന്ന് വഴങ്ങി വരണം. കാരണം ഇത് കയ്യിൽ നിന്ന് അങ്ങനെ തെറിച്ച് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ്. മനസ്സിലായേ? അപ്പോൾ ഇതിട്ടാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്, അതായത് നമുക്ക് മനോഹരമായിട്ട് ആ തടി നമുക്ക് മിനുസപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ പുട്ടിയിട്ട ആ പാടുകളൊന്നും നമുക്കവിടെ കാണുകയില്ല തടിയിൽ. അതായത് കറക്റ്റ് ആ ഗ്യാപ്പിനകത്ത് മാത്രമേ ആ പുട്ടിയുടെ ആ ഒരു പാട് കാണാവുള്ളൂ. അതുപോലെ നമുക്കിത് മിനുസപ്പെടുത്തിയെടുക്കാം. അപ്പം ഇത് ഉപയോഗിക്കുമ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ നമ്മൾ അറിയാൻ വയ്യ എടുത്ത് ഉപയോഗിച്ചാൽ ഇത് തെറിച്ച് നമ്മുടെ മേത്തങ്ങണം ആയി പോയി കഴിഞ്ഞാൽ കട്ടായി പോകും ശരീരം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ പേപ്പർ പിടിക്കുന്ന മെഷീനുണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാനിത് നമുക്ക് കുറേ, അതായത് ഇവിടുത്തെ സകല ഡോറുകളും സകല ജനലുകളും എല്ലാം പിയുമായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സാൻഡർ മെഷീനാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പം 100% അത് സക്സസ് ആയിരുന്നു സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്കിത് നമ്മൾ ഈ 120 ഇട്ടൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് 300-ൻ്റെയും അതുപോലെ തന്നെ നമുക്ക് 320-ൻ്റെയൊക്കെ പേപ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് 320 പിന്നെ 400, അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പേപ്പറുകളൊക്കെ ഇട്ട് നമുക്കൊന്ന് വീണ്ടും ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മളുടെ ഈ മഴ സമയത്ത് നമ്മുടെ തടിയിലൊക്കെ ഇതുപോലെ പാടുകൾ വീണ്, അതായത് ചില തടികളൊക്കെ അങ്ങ് ജീർണിച്ചിരിക്കുന്ന ഒരു അവസ്ഥകളുണ്ട് ചില തടികളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ആ ഭാഗങ്ങളൊക്കെ നമുക്കിത് സാൻഡർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മിനുസപ്പെടുത്തിയെടുക്കാം. അതായത് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉളി ഉപയോഗിച്ച് നമ്മൾ ചീകി ഒക്കെ എടുക്കുന്നതിന് ഒരുപാട് സമയം നമുക്ക് ചിലവാകും. മനസ്സിലായി? അപ്പം അതായത് വീട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് പണിക്കാർക്കും അതൊരു റിസ്ക്കാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സംഭവമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പം പിന്നീട് അതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഡോറുകളൊക്കെ വരുമ്പം ചെറിയ ഇതുപോലെയൊക്കെയുള്ള ഒരു ഗ്രൂ ഒക്കെ സംഭവങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന്, അതായത് പുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെയും ഒന്ന് ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം അതിന് ശേഷം എല്ലാം തടിയെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ എംപോറിയോ പ്യൂ, അതായത് ഏഷ്യൻ്റെ പ്രൊഡക്റ്റാണിത്. അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇത് കണ്ടാലറിയാം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിലും ഇവർ SL ക്ലിയർ, CL ക്ലിയർ എന്നൊക്കെയാണ്. അപ്പോൾ ആർക്കും ആദ്യം ഒന്നും പിടികിട്ടില്ല. MT ക്ലിയർ കണ്ട. അപ്പോൾ ഈ MT എന്ന് വെച്ചാൽ മാറ്റ് ഫിനിഷ് എന്നാണ്. അതായത് ഇത് ടോപ്പ് കോട്ടാണ് മാറ്റ്. ഓക്കെ, ആ SL എന്നുള്ളത് അത് നോക്കിയാൽ കണ്ടായിരുന്നോ? അവിടെ ആ ക്ലിയറിൻ്റെ തൊട്ട് അടുത്ത് ക്ലിയറിനോട് ചേർന്ന് SL ക്ലിയർ. അപ്പം സീലർ എന്നുള്ളതാണ്, അതായത് SL എന്നുള്ളതിന് സീലറും MT കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷുമാണ്. അപ്പോൾ അത് അറിയാനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് പിന്നീട് അതായത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്, ഉപയോഗിച്ചവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉപയോഗിക്കുന്നവർക്കുണ്ടാകും. പക്ഷേ ഇതതിൻ്റെ ഹാർഡനറാണ്. അതായത് എംപോറിയോ പ്യൂ വളരെ മനോഹരമായിട്ടുള്ള തുണികളും അതുപോലെ തന്നെ സാധനവും സൂപ്പർ തന്നെയാണ്. ഇത് സീലറാണ് നമ്മൾ ഈ എടുക്കുന്നത്. അപ്പം സീലർ കുറച്ച് ഒരു പാത്രത്തിലേക്ക് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം ആദ്യം. അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെയാണ് എടുക്കുന്നത്. കാരണം ആദ്യം തന്നെ എല്ലാം കൂടെ മൊത്തത്തിലെടുത്ത് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കാൻ അന്നേരം എത്ര ഡോറുണ്ടോ എത്ര ജനലുണ്ടോ അതനുസരിച്ച് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുക. എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒരുമിച്ച് വെച്ചേക്കരുത്. അപ്പം നമുക്ക് ആ നമ്മുടെ സമയത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കുറേശ്ശെ. അപ്പം ഇതിനകത്ത് ഹാർഡനർ നമ്മൾ അളന്നാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളെടുത്ത സീലറിന് ചേർക്കേണ്ട ആ ഒരു അളവുണ്ടല്ലോ, നമ്മളിപ്പോൾ അതിൻ്റെ പകുതി ഹാർഡനറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് എടുത്ത സാധനത്തിൻ്റെ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കിതുപോലെ അളന്ന് ഒരു ചെറിയ കുപ്പിയിലോ എന്തിനേലും അളന്ന് നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു മെത്തേഡായിരിക്കും നമുക്ക് കിട്ടുന്നത്.
അപ്പം ഇത് നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്യണം ഈ ഹാർഡനർ ഒഴിച്ചതിന് ശേഷം. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്റ്റെയിനർ നമ്മൾ ഒരുപാട് സ്റ്റെയിനറിൻ്റെ ഒന്നും ആവശ്യമില്ല. വാൽനട്ട് എടുക്കുക, വാൽനട്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് തേക്കുഡ്. ഓക്കെ, അപ്പോൾ തേക്കുഡും വാൾനട്ടും ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരല്പം ബ്ലാക്കും കൂടി. അപ്പം നമ്മൾ തേക്കുഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റെയിനർ നമ്മൾ ചേർക്കുമ്പോഴും നമ്മൾ കറക്റ്റ് അത് അളന്ന് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അതനുസരിച്ച് ഇപ്പം ആ എടുത്ത സാധനത്തിൻ്റെ അനുസരിച്ച് നമ്മൾ, അതായത് ഒരു അടപ്പിനകത്ത്, അതായത് ആ സ്റ്റെയിനറിൻ്റെ അടപ്പ് തന്നെ ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ നമുക്കിത് അളന്നങ്ങ് ഒഴിക്കാവുന്നതാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരുപാട് ഡോറുകളും ജനലുകളും ഉള്ളപ്പം ഇതെല്ലാം ഒരേ കളർ ടോൺ വേണമല്ലോ നമുക്ക് കിട്ടാൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാം ഒരേ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് നമ്മൾ ഇത് അളന്നൊഴിക്കുക. അത് നമ്മൾ ചെയ്യുന്ന ആളുകളുടെ ആ ഒരു യുക്തി പോലെ അളന്നങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ഓവറായി പോകരുത്. അപ്പം ഒരു 20 ഡോറുണ്ടെങ്കിൽ 20 ഡോറും ഒരേ ടോണിൽ നിൽക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അളന്നങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം തേക്കുകൂട്ടും ഒഴിച്ചു, അതുപോലെ തന്നെ അല്പം ബ്ലാക്ക് കൂടി ഒഴിച്ചു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെയിനറൊക്കെ നന്നായിട്ട് തന്നെ അടച്ചങ്ങ് വെച്ചേക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി താഴെ പോയി കഴിഞ്ഞാൽ ടൈലിൽ ആ പാട് പോകത്തില്ല. ഇത് PU ടിന്നറാണ്. PU ടിന്നർ വേണം നമുക്കിതിനകത്ത് ചേർക്കാനായിട്ട്, മിക്സ് ചെയ്യാൻ. മറ്റ് ടിന്നറുകളൊന്നും, കമ്പനിയുടെ ടിന്നറുകളൊന്നും തന്നെ ചേർക്കരുത്. കറക്റ്റായിട്ട് ഇതിൻ്റെ PU ടിന്നർ തന്നെ ഏഷ്യൻ്റെ ചേർക്കുക. അപ്പോൾ സ്റ്റെയിനർ നമ്മുടെ ടൈലിലോ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് പാട് പോകത്തില്ല. അപ്പം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റെയിനർ, പുതിയ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റെയിനർ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ റബ്ബിംഗ് ക്ലോത്ത് ഉപയോഗിച്ച് നമ്മളിതുപോലെ ഒന്ന് അരിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ പുതിയ സാധനമാണ്, പുതിയ സാധനമാണ്, മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതുപോലെ നമ്മൾ ഒന്ന് അരിച്ചിട്ട് വേണം ഗണ്ണിനകത്ത് ഒഴിക്കാൻ. കാരണം എത്ര പുതിയതാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ എടുത്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തരികൾ നമ്മുടെ ഗണ്ണിനകത്തുണ്ടെങ്കിൽ പിന്നെ ഒരു വിഷയമാകും. അപ്പം നമ്മളെല്ലാം അരിച്ചതിന് ശേഷം ഗണ്ണിനകത്ത് ഒഴിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഗണ്ണിനകത്ത് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അടച്ച്. അപ്പം ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ്. ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ആ ഡോറാണിത്. അപ്പോൾ അതിൻ്റെ ആ ഗ്ലാസ് വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രെയിമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ എല്ലായിടത്തും കയറി അങ്ങ് ഫില്ലാവും. മൊത്തത്തിൽ അല്ലാതെ അടിച്ചു വിടുന്നതിൽ നല്ലത് ഇതുപോലെയുള്ള കട്ടിങ്ങുകളൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതുപോലെ നമുക്ക്, അതായത് എയർ ടൈറ്റായിട്ട്, അതായത് എയർ നല്ല ഫുള്ളായതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് ഇച്ചിരി അല്പം വിരിവ് കണ്ടോ, നല്ല ഒരു സ്പ്രെഡ് ചെയ്ത് വീഴണം. ആ രീതിയിൽ നല്ല കറക്റ്റ് എയർ ആയിരിക്കണം. അപ്പം ഇതുപോലെ നമുക്ക് കറക്റ്റ് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കയ്യിലിപ്പോൾ ക്യാമറയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണും മറ്റേ കയ്യിലെ ഗണ്ണുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് വേണം എനിക്കിപ്പം ഇത് അടിക്കാനായിട്ട്. കാരണം ഒരിടത്തോട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മറ്റേടെ ഔട്ടായിപ്പോവും. അപ്പം ക്യാമറയിലൂടെ മൊബൈലിലും നോക്കി വേണം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ബാലൻസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ. എന്തായാലും ഞാൻ പരമാവധി നന്നാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ ഒരാൾ കാണുമ്പോൾ
അതായത് സ്പ്രേ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളി മടി കൂടാതെ ഗണ്ണെടുത്ത് ഇനി സ്പ്രേ ചെയ്യണം. മനസ്സിലായി? ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതായത് ശരിക്കും ഈ ഒരു ഡോറ് ഫുള്ള്, അതായത് എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, സ്പീഡ് കൂട്ടിയിട്ടില്ല, ശരിക്കും ഈ ഒരു ഡോറ് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം സ്പ്രേ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാൾ ഇത് കണ്ടിട്ട് ഇനി മുതൽ സ്പ്രേ ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പം തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ സ്പ്രേ ചെയ്യും എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുത്ത റിസ്കിന് ഒരു ഗുണം ഉണ്ടാകണം. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരം വരുന്ന കമൻറ്റുകളാണ്. കാരണം ഉള്ള ആൾക്കാരുടെ വീഡിയോസിനെ അപേക്ഷിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തീർത്തും സത്യാവസ്ഥയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതിനായാലും നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നത് കൊണ്ട് കാരണം ഇത് കാണുന്നവർക്ക് ആത്മവിശ്വാസം കൂടും. അവർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ അവർക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നും. മനോഹരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലരും എനിക്ക് വീഡിയോകൾ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്, എൻ്റെ ഡിസൈൻ വർക്കുകളൊക്കെ കണ്ടിട്ട്. അപ്പം ഇത് കണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഡോറ് ഫുള്ള് ഫുൾ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പം എങ്ങും ഞാൻ കട്ടുമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരു ഇച്ചിരി സമയം കൂടി പോയി. ഓക്കെ, ക്ഷമിക്കുക. അപ്പം നമ്മൾ സീലർ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ നിർത്തി നമുക്കൊരു 3-4 പ്രാവശ്യം ഇതുപോലെ സീലർ പല പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു 320 പേപ്പർ ഇട്ട് ഒന്ന് നൈസ് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ പഴയ കംപ്രസറാണ്, അതായത് വർഷങ്ങൾ പഴക്കമുള്ള പഴയ കംപ്രസറാണ്. ഈ കംപ്രസറാണ് നമുക്ക് പോളിഷിന് ഏറ്റവും പറ്റിയ കംപ്രസറാണിത്. അതായത് നല്ല പോളിഷ് വർക്കിനൊക്കെ പോകുമ്പോൾ ഈ ചെറിയ കംപ്രസർ ഉപയോഗിച്ച് ചെയ്യരുത്. കാരണം വെള്ളം ചാടും, പണിക്ക് ആ ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പം ഇങ്ങനെയുള്ള വലിയ കംപ്രസർ ആകുമ്പോൾ നമുക്ക് ആ ഒരു വിഷയം വരത്തില്ല കേട്ടോ. പൂർണ്ണമായും നമുക്ക് മനോഹരമായിട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ഈ സീലർ അടിച്ചു വെച്ച സംഭവമല്ല, നമ്മൾ ഈ പുട്ടിയിട്ടിടം നമ്മൾ സ്റ്റെയിനർ മുക്കി ഒരു ചെറിയ പോയിൻ്റ് ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിന് നമുക്ക് വാൾനട്ടും ബ്ലാക്കും കൂടി ചേർത്തിട്ടുള്ള സംഭവം സ്റ്റെയിനറാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആ പുട്ടിയിട്ട ഭാഗങ്ങളിലെ ആ പാടുകളെല്ലാം നമ്മൾ ഈ സ്റ്റെയിനർ ഉപയോഗിച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും ആ തടിയുടെ ആ ഒരു നമുക്ക് എഫക്റ്റ് വരും. അപ്പോൾ ആ പുട്ടിയിട്ട അറിയത്തില്ല. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇത് മാറ്റ് ഫിനിഷാണ്. അതായത് സീലർ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, ആ ഡോറിൽ. അതിന് ശേഷം ഇത് മാറ്റ് ഫിനിഷ് എടുക്കുകയാണ് നമ്മൾ ഫിനിഷിങ്ങിനായിട്ട്. അപ്പോൾ അതിൻ്റെ ഹാർഡനറാണ് ഇപ്പോൾ ഈ പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതൊരു കുപ്പിയിലേക്ക് നമ്മൾ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യുകയാണ്, കാരണം എല്ലാം കൂടെ ഒറ്റയടിക്കുന്നങ്ങ് തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പം കുപ്പിയിലേക്ക് നമുക്കിതിൻ്റെ ഹാർഡനറുകളെല്ലാം അതുപോലെ പൊട്ടിച്ചൊഴിക്കാം. അപ്പം അത്യാവശ്യം, അതായത് ആരും മറക്കരുത്, അപ്പം നമ്മൾ ഓരോ ലിറ്ററിനും ഓരോ ഹാർഡനറാണ് വരുന്നത്. അപ്പം ഈ ഹാർഡനർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ മറന്നു പോകും ഒഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മറക്കരുത്, കാരണം അതുണ്ടെങ്കിലേ നമുക്ക് സാധനം പെട്ടെന്ന് ഉണങ്ങി മാറത്തുള്ളൂ, അല്ലേ അങ്ങനെ ഇരിക്കും അത്. അതിന് ശേഷം നമുക്ക് ഈ സ്റ്റെയിനർ കൂടി അല്പം ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു കറക്റ്റ് കളറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട, അല്ലെങ്കിൽ ഒരല്പം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതായത് തേക്കിൻ്റെതിന് നമുക്കറിയാമല്ലോ, തേക്ക് വുഡും വാൾനട്ടും പിന്നെ ഒരല്പം ബ്ലാക്കും മതി, അല്ലാതെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം വേറെ കളർ വല്ലതും ചേർത്ത് കഴിഞ്ഞാൽ തടിയുടെ ആ ഒരു ടോൺ അങ്ങ് മാറിപ്പോകും തേക്കിൻ്റെ. അപ്പം അങ്ങനെ ചെയ്യരുത് നമ്മൾ.
അപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ, നമ്മൾ അത് അളന്ന് തന്നെ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഞ്ച് ലിറ്ററിന് 5 ഡബ്ബയാവുമല്ലോ. അപ്പോൾ ഇത് ലാസ്റ്റ് ചേർക്കുന്നത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക് നമുക്ക് കൂടിപ്പോകരുത്, ബ്ലാക്ക് കുറച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായി ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ല ആ ഒരു കറക്റ്റ് ടോണിലായിട്ടുണ്ട്. ടിന്നർ നമ്മൾ അറിയാമല്ലോ, നമുക്ക് ചേർക്കുന്നത് നമ്മൾ മറ്റ് ടിന്നറുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ കുറഞ്ഞ ടിന്നറുകളൊന്നും ഉപയോഗിക്കരുത്. അഥവാ ടിന്നർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ SP58 58-ൻ്റെ ആ ടിന്നർ, SP58 ടിന്നർ നല്ലതാണ്. അല്ലാതെ മറ്റ് D30 ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് നമ്മൾ അരിച്ച് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും അത് സീലറെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം വീണ്ടും നമ്മൾ പേപ്പർ എല്ലാം ഇട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം പേപ്പർ ഇടേണ്ട രീതിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ 320 ഉപയോഗിച്ച് 320-ൻ്റെ തേഞ്ഞ പേപ്പർ ഉപയോഗിച്ചാണ് ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഗ്ലോസിയോ മാറ്റോ അതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം, പക്ഷേ മാറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ പലരും മാറ്റിൻ്റെ കൂടെ പകുതി മിക്സ് ചെയ്ത്, അതായത് 1 ലിറ്റർ മാറ്റിന് 1 ലിറ്റർ ഗ്ലോസി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും വൃത്തി. പക്ക ആ ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ 100% തടി, അതായത് വുഡ് നല്ല പക്ക ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഗ്ലോസിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല എറിക്കും. നേരെ മറിച്ച് വുഡ് അത്രയും അങ്ങോട്ട് തടി പക്ക അതിൻ്റെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളും ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോസി അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഓരോ ഇത് എടുത്തെടുത്ത് കാണിക്കും. നമ്മുടെ ഓരോ തടങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുത്തെടുത്ത് കാണിക്കും. നേരെ മറിച്ച് മാറ്റാകുമ്പോൾ ആ ഒരു വിഷയം വരുന്നില്ല, പക്ക ഒറ്റ ഷെയ്ഡിൽ കിടന്നോളും. അപ്പം നമ്മൾ ഇതുപോലെ അതായത് നമ്മൾ ടോപ്പ് കോട്ട് അടിക്കുകയാണ്. ടോപ്പ് കോട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റാണ് നമ്മൾ ഇപ്പം അടിക്കുമ്പം നമുക്ക് ഇത് ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മാറ്റിലേക്ക് ഇത് ഉണങ്ങി വരുന്നത്. ഉണങ്ങി വരുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മാറ്റ് ഫിനിഷ് കിട്ടും. അതുപോലെ തന്നെ ഡോറുകളും ജനലുകളായാലും ഇതുപോലെ കിടത്തി സ്പ്രേ ചെയ്യുക. പുതിയ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും എപ്പോഴായാലും നമ്മളിത് കഴിവതും അത് കിടത്തി അടിക്കുക. കാരണം നിർത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെറ്റീരിയൽ നമുക്ക് കയറ്റേണ്ടി വരുന്ന സമയത്ത് അത് ഇടിഞ്ഞിറങ്ങും. ഇതാകുമ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽ വേണേലും അടിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, നമുക്കതായത് ടെമ്പർ കോട്ടായിട്ട് നിൽക്കണം സംഭവം. അതായത് ചുമ്മാ ഒന്നും പറത്തി പോയിട്ട് കാര്യമില്ല, മനസ്സിലായി. അപ്പം നല്ല ടെമ്പറായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വീശി കൊടുക്കുകയാണ്. അതായത് ഈ ടോപ്പ് കോട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ മാറ്റ് ഫിനിഷ് അടിച്ച് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് ഉണങ്ങി ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും നമുക്കൊന്നുകൂടി ഇതിൻ്റെ പുറത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം. മനസ്സിലായി. അതായത് പക്ക നമുക്ക് അതൊരു സൂപ്പർ ഇതാക്കിയെടുത്തും സൂപ്പർ ഡോറാക്കി മാറ്റാൻ സാധിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പി യു എന്ന് പറഞ്ഞത്, ഞാൻ പി യുവിൻ്റെ കാര്യം പറഞ്ഞത് കാരണം ഇതുവരെ ഞാൻ പല പി യു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് പെട്ടെന്നാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക്. കാരണം നമുക്കതായത് പലരും നമുക്കറിയാം മെലാമിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു മെലാമിൻ്റെ ആ ഒരു സ്പീഡ് തന്നെ നമുക്കിതിന് കിട്ടുന്നുണ്ട്, ഉണങ്ങി മാറാനായാലും എല്ലാം. അതുകൊണ്ട് നമുക്ക് വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ എംപോറിയോ പി യു. വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം, അത് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം തുടർന്നും ഉണ്ടാവണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുവാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതാണ്. അപ്പം ഇതുവരെ എനിക്ക് പ്രോത്സാഹനം തന്ന് എന്നെ മുന്നോട്ട് നയിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പം വീഡിയോ എൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ശരിക്കും കണ്ടൻറ്റുകളുള്ള വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ വീഡിയോ അങ്ങ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർക്കൊക്കെ നമ്മൾ ചെയ്തതാണ് ഈ വീട്. അതായത് മൊത്തത്തിൽ ഇവിടുത്തെ വർക്കെല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. അപ്പം ഇവിടെ കുറച്ച് ടെക്സ്റ്റർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു വീട് മനോഹരമാക്കി എടുക്കുവാൻ സാധിച്ചു. അപ്പോൾ അതിന് ദൈവത്തിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പം തുടർന്നും നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ടാവണം. അപ്പം വീഡിയോ ഇടാൻ ലാഗ് വന്നതിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം വീഡിയോ ഞാൻ അധികം താമസിയാതെ തന്നെ പുതിയ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പം വീഡിയോ മാക്സിമം സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതിയ ആൾക്കാർ ഇത് കണ്ടിട്ട് ഫീൽഡിലേക്ക് വരണം. അപ്പോൾ ആർക്കും ഒരു സംശയവും ഉണ്ടാകരുത്. അതുപോലെ തന്നെ എന്ത് സംശയങ്ങളുണ്ടായാലും എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും പലരും വിളിക്കാറുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പം തീർച്ചയായിട്ടും തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.